സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ സമരം അവസാനിപ്പിച്ചു. ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണ. കഴിഞ്ഞ ഡിസംബർ മാസത്തെ ശമ്പളം നാളെ തന്നെ നൽകുമെന്ന് ധനമന്ത്രി ഉറപ്പു നൽകി. വേതന പാക്കേജ് വിശദമായി പഠിച്ചതിനു ശേഷം അംഗീകരിക്കാമെന്ന് ചർച്ചയിൽ മന്ത്രി വ്യക്തമാക്കി. കമ്മീഷൻ അടുത്ത മാസം 15-ന് നൽകണമെന്നുള്ള കാര്യത്തിൽ തർക്കമുള്ള വിഷയമല്ല. എന്നാൽ നിലവിൽ ബന്ധപ്പെട്ട ശീർഷകത്തിൽ സീലിംഗ് നിലനിൽക്കുന്നതിനാൽ സീലിംഗ് എൻഹാൻസ്മെൻറ്റ്, വാംസ് ക്ലിയറൻസ് എന്നീ നടപടിക്രമങ്ങൾ ഓരോ മാസവും പൂർത്തിയാകേണ്ടി വരുന്നതിനാലാണ് ഈ കമ്മീഷൻ കൊടുക്കുന്നത് വൈകുന്ന അവസ്ഥ ഉണ്ടായത്. ധനമന്ത്രിയുമായി ആലോചിച്ച് അതിനൊരു സ്ഥിര സംവിധാനം, വ്യവസ്ഥ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ ധാരണയിലെത്തി. അതനുസരിച്ച് ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുമായി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അതത് മാസങ്ങളിൽ 10-നും 15-നും ഇടയിൽ അവരുടെ കമ്മീഷൻ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വ്യവസ്ഥ ക്രമീകരണം ഉണ്ടാക്കാമെന്ന് ഇന്നവർക്ക് ഞാൻ ഉറപ്പ് കൊടുത്തു. കമ്മീഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാർച്ചിൽ ആരംഭിക്കാമെന്ന് പറഞ്ഞു. എത്രയും വേഗത്തിൽ അത് പൂർത്തിയാക്കാം. അർഹമായിട്ടുള്ള വർധനവ് എന്താണോ എന്ന് ആ ചർച്ചയിൽ ഉയർന്നു വരുന്നത് അത് നടപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റേഷൻ കട നാളെ മുതൽ പ്രവർത്തിക്കും. പക്ഷേ ഇന്ന് ഉണ്ടായ കാര്യത്തിൽ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. യാതൊരു കാരണവശാലും വേതന പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്ന മന്ത്രി അത് റേഷൻ വ്യാപാരികളുമായി ചർച്ച ചെയ്യാം. ഇതിൽ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് ഗവൺമെൻറ് പക്കലുണ്ട്. ആ റിപ്പോർട്ടിന്മേൽ മാർച്ച് മാസം ആദ്യം നിങ്ങളുമായി ചർച്ച ചെയ്യാം, എത്രയും പെട്ടെന്ന് അതിൽ തീരുമാനമെടുക്കാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ തീരുമാനം അദ്ദേഹം കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ സമരത്തിലേക്ക് പോകില്ലായിരുന്നു.